എന്തെങ്കിലും പൊട്ടിത്തെറിക്കുന്നുണ്ടോ? ഇല്ല. ഇതെപ്പോഴാ പൊട്ടിത്തെറിക്കുക? ഇതെപ്പോഴായിരിക്കും പൊട്ടിത്തെറിക്കുക? ഗ്യാസ് ഇങ്ങനെ നമുക്ക് പൊക്കിയെടുത്തെന്ന് പറഞ്ഞാൽ എടുത്ത് വെളിയിലിട്ടെന്ന് പറഞ്ഞാൽ ഒരിക്കലും ഇത് പൊട്ടിത്തെറിക്കില്ല. ഇതെപ്പോഴായിരിക്കും പൊട്ടിക്കുക? അതറിയാം നമ്മളിത് എപ്പോഴാണ് പൊട്ടിത്തെറിക്കുക? ഇതെപ്പോഴായിരിക്കും പൊട്ടിത്തെറിക്കുക? എപ്പോഴായിരിക്കും ഇതെപ്പോഴായിരിക്കും പൊട്ടിത്തെറിക്കുക? 15.9. ഓക്കെ, വേറെ അഭിപ്രായം ഉണ്ടോ? ഞാൻ ഒരു 18 പിടിച്ചു. അതിന്റെ മുകളിൽ ആരെങ്കിലും ഉണ്ടോ? അല്ല, നമുക്കൊരു ഗ്യാസ് സിലിണ്ടർ നമ്മളെ വീട്ടിൽ കൊണ്ടുവരാൻ നേരത്ത് ഉള്ള വെയിറ്റാണ് ഞാൻ ചോദിക്കുന്നത്. അയാൾ ഇങ്ങനെ തോളിൽ തൂക്കിയെടുത്തോണ്ടാണ് വരുന്നത്. 14 കിലോ ആണെങ്കിൽ 2 പേരോട് എങ്ങനെ തൂക്കിയെടുത്തോണ്ട് പോകാൻ പറ്റും? എനിക്കറിയേണ്ടത് സിലിണ്ടർ നിങ്ങൾ വീട്ടിൽ കൊണ്ടുവരാൻ നിങ്ങൾ പറ്റിക്കപ്പെടുന്നുണ്ടോ എന്നാണ്. തൂക്കി തന്നിട്ടില്ല, അവിടെയാണ് നിങ്ങളെ മിസ്റ്റേക്ക്. അവിടെ നിങ്ങളെ മിസ്റ്റേക്കാണ്. നോക്കിക്കോ, ഈ മൊത്തം സിലിണ്ടറിന്റെ വെയിറ്റ് എത്രയാണെന്ന് അറിയുമ്പോൾ നിങ്ങളെ വീട്ടിൽ കൊണ്ട് വരാൻ നേരത്ത് 2 മാർക്കിംഗ് ഉണ്ടാവും. നോക്കിക്കോ, ഇതിനെന്ന് പറഞ്ഞാൽ 14.2. ഇതിന്റെ അകത്തുള്ള എന്താണ് ആ ലിക്വിഡിന്റെ വെയിറ്റ്, അതായത് LPGയുടെ വെയിറ്റ് ആണ് ഇതിൽ കൊടുത്തേക്കുന്നത്. അത് എല്ലായിടത്തും സ്റ്റാൻഡേർഡ് ആയിരിക്കും. എല്ലാ ഗ്യാസ് കമ്പനിയും ഈ 14.2 ആയിരിക്കും. അതിനോടൊപ്പം 15.9 എഴുതിയിട്ടുണ്ടാവും. കണ്ടോ, അത് സിലിണ്ടറിന്റെ വെയിറ്റ്. ഇത് രണ്ടും കൂടെ കൂട്ടി 30.1. കണ്ടോ, ഇത്ര എഴുതിയിട്ടുണ്ടാവും. ഇത് ഇത്രയും വെയിറ്റാണ് നിങ്ങളുടെ വീട്ടിൽ ഒരാൾ തൂക്കിക്കൊണ്ട് വരുന്ന ഏജന്റ് കൊണ്ടുവരുന്ന വെയിറ്റ്. പക്ഷെ അത് നിങ്ങൾക്ക് വെയിറ്റ് ചെയ്ത് നോക്കാൻ പറ്റുന്നുണ്ടോ? വെയിറ്റ് ചെയ്ത് തൂക്കി നോക്കാൻ പറ്റുന്നുണ്ടോ? എന്തുകൊണ്ട് പറ്റുന്നില്ല? വെയിങ് മെഷീനുമായിട്ടാണ് അവർ വരുന്നത്. അവരെ വണ്ടിയിലുണ്ട്. തൂക്കിട്ട് പോയിക്കോ. ഇന്ന് രാവിലെയും കൂടെ ഞാൻ ഗ്യാസ് ഏജൻസിയിൽ അങ്ങനെയൊന്നും പോകത്തില്ല. എങ്കിൽ അവർക്കെതിരെ കേസ് കൊടുത്തു കഴിഞ്ഞാൽ ഏജൻസി കൂട്ടിപ്പോകും. ഇന്ന് രാവിലെയും കൂടെ ഞാൻ ഗ്യാസ് ഏജൻസിയിൽ പോയി പറഞ്ഞിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ അവർ പറഞ്ഞാണ് അവരൊരു വെയിങ് മെഷീൻ കയ്യിൽ കൊണ്ടുവരും. അതേപോലെ ലീക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു ലീക്കിൻ്റെ ഒരു മെഷീനും കൂടെ കൊണ്ടുവരും, LPG ലീക്ക്. ഇത് രണ്ടും നിങ്ങളെ മുമ്പിൽ കൊണ്ടുവന്ന് കാണിച്ചതിന് ശേഷം മാത്രമേ നിങ്ങളെ വീട്ടിൻ്റെ അകത്തേക്ക് കയറ്റാവൂ. ഇത് നിങ്ങൾ ചെയ്യാത്ത ആരും നിങ്ങൾക്ക് അറിയാറുണ്ട്. ഇത് നിങ്ങൾ പറഞ്ഞു നോക്ക്. എന്നിട്ട് ഗ്യാസ് ഏജൻസി ഇപ്പൊ വേണമെങ്കിൽ ഫോൺ വിളിച്ചേ. അശോക്, ഞാൻ ഉപയോഗിക്കുന്ന ഗ്യാസ് ഏജൻസി അശോക് ഗ്യാസ് ഏജൻസിയാണ്, കണ്ണമ്മൂല. അവരടുത്ത് ഇപ്പം വിളിച്ചു പറഞ്ഞാൽ അവർ പറയും സാർ ഞാൻ ഇതൊക്കെ ആയിട്ടാണ് കൊണ്ടുവരുന്നത്. ഇന്ന് രാവിലെയും കൂടെ വിളിച്ചതേ ഉള്ളൂ. എന്താണ് കരിഞ്ചിന്തയിൽ വിറ്റിട്ടുണ്ടാവും എന്ന് നിങ്ങൾ വിചാരിച്ചോളാം. 3ാമത്തെ കേസ്, ഈ ഗ്യാസ് സിലിണ്ടർ അകത്ത് കൊണ്ടുപോയി നിങ്ങൾ എന്ത് ചെയ്യണം? ആ ഏജന്റ് അകത്ത് കൊണ്ടുപോയി ഈ റെഗുലേറ്റർ സെറ്റ് ചെയ്ത് ലീക്കില്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം ആ ഏജന്റിനെ വിടാൻ. ഇത്രയും കാര്യങ്ങൾ അവർ കൊണ്ടുവരുന്ന ആൾക്കാർ ചെയ്യാനുള്ളതാണ്. ഓക്കെ, ശരി. ചെയ്യുന്നുണ്ടോ ഇല്ലയോ അത് നമ്മൾ പ്രാവർത്തികമാക്കാനായിട്ട് ശ്രമിക്കണം. അല്ലെങ്കിൽ ഇത് നിങ്ങളെ വീട്ടിൽ വെക്കുന്ന ഒരു ബോംബായിരിക്കും. 2 നില വീടൊക്കെ സുഖമായിട്ട് ഇത് പൊട്ടിത്തെറിച്ച് കഴിഞ്ഞാൽ തകരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാ പറഞ്ഞ കേട്ടോ. B29 ആണെന്ന് പറഞ്ഞാൽ എടുത്തേക്കുന്നത്. കണ്ടോ, അതെന്താണെന്ന് അറിയാമോ? അതാണ് ഈ സിലിണ്ടറിന്റെ എക്സ്പയറിംഗ് ഡേറ്റ് ആണ്. അതായത് ഓരോ കോൺട്രാക്ട് നമ്മളെ ഈ 12 മാസത്തിൽ മാറ്റിയിട്ടുണ്ട്. ഓക്കെ, അതിൽ എന്ന് പറയാൻ നേരത്ത് ജനുവരി, എന്ന് പറയാൻ നേരത്ത് ഏപ്രിൽ, മെയ്, അങ്ങനെ 4 ആക്കി നമ്മൾ തിരിച്ചിട്ടുണ്ട്. ഇപ്പം നിങ്ങളെ വീട്ടിൽ ഇരിക്കുന്നത് A25 ആണെങ്കിലോ A25ന്റെ കുറ്റിയാണ് ഇരിക്കുന്നത് വീട്ടില്. മാർച്ചില് ഈ സിലിണ്ടറിന്റെ എക്സ്പയറിംഗ് ഡേറ്റ് കഴിഞ്ഞു. അവിടെ നിങ്ങളെ വീട്ടിൽ ഇരിക്കുന്ന ഒരു ബോംബാണ്. ഇന്ന് വീട്ടിൽ പോയിട്ട് നോക്കണം അത് കറക്റ്റ് ആവേണ്ടത്. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഏജൻസി ഒന്ന് വിളിച്ചു നോക്കിയാണ്. ഏജൻസി എടുത്ത് പറഞ്ഞു എൻ്റെ വീട്ടിൽ ഇരിക്കുന്നത് ഈ കാലാവധി കഴിഞ്ഞ ഒരു ഗ്യാസ് ഏജൻസി ഇതാണ് ഗ്യാസ് കുറ്റിയാണ് എന്നും പറഞ്ഞ് നിങ്ങൾ വിളിച്ചു നോക്കിയാണ്. അവരപ്പോഴും നിങ്ങൾ ഒന്ന് ബുക്കിംഗ് ഒന്നും ചെയ്യണ്ട. അവരപ്പോഴും ഒരു നിറക്കുറ്റിയായിട്ട് വരും. ഈ കുറ്റി എടുത്തുകൊണ്ട് പോയി എന്നിട്ട് പറയും സാറേ മേഡം ആരടുത്ത് പറയരുത് എന്നും പറഞ്ഞിട്ട് അവർ നിറക്കുറ്റി തന്നിട്ട് പോകും. തീരാറായ കുറ്റിയായിരുന്നു ആ കുറ്റി. സീരിയസ് ആയിട്ട് പറയുന്നത് കാര്യം എന്താ പറയുമ്പോൾ അവർക്കറിയാം അവർ കൊണ്ടുവച്ചത് നിങ്ങളെ വീട്ടിൽ കൊണ്ടുവച്ച ബോംബാണ്. അവർ കേസാവും, ആ ഏജൻസി കൂട്ടും കേട്ടോ. അപ്പോൾ അതൊക്കെ ചെക്ക് ചെയ്യണം. ഇതൊക്കെ നമ്മൾ കസ്റ്റമേഴ്സ് നമ്മൾ അങ്ങോട്ട് ചെയ്താൽ മാത്രമേ അവർ ഇതൊക്കെ ചെയ്യുള്ളൂ. അത് നമുക്ക് ഒരു കാലത്ത് ഇതേപോലെ നമുക്ക് ലീഗൽ ടെസ്റ്റൊക്കെ ചെയ്ത് വരണ ഒരു കാലം വരണം. അതിനുവേണ്ടിയാണ് ഇപ്പോഴേ പറഞ്ഞു തരണം. ഓരോരുത്തർ ചോദിച്ചാൽ മാത്രമേ അത് നടക്കത്തുള്ളൂ. ഓക്കെ, ശരി. ഇനി ഇത് കത്തിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? കത്തിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും അറിയാമോ? അടയ്ക്കറിയാമോ? റെഗുലേറ്റർ ഓഫ് ചെയ്യാൻ പറ്റുമെങ്കിൽ റെഗുലേറ്റർ ഓഫ് ചെയ്യാം. പറ്റില്ലെങ്കിൽ നന്നായി നനഞ്ഞ ചാക്ക്, വീട്ടിലിപ്പോൾ ചണച്ചാക്കുണ്ടോ?
ഉണ്ടോ? എല്ലാവരുടെ വീട്ടിൽ ഉണ്ടോ? എന്റെ വീട്ടിലൊന്നുമില്ല. ബക്കറ്റ് ഓക്കെ പറഞ്ഞെല്ലാം കറക്റ്റാണ് കേട്ടോ കേട്ടോ. നമ്മളവിടെ ചണചാക്കില്ല, അതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? നല്ല കട്ടിയുള്ള ബെഡ്ഷീറ്റ് നനച്ച് എന്ത് ചെയ്യുക? അടയ്ക്കുക. അല്ലെങ്കിൽ എന്ത് ചെയ്യുക? പ്ലാസ്റ്റിക് ബക്കറ്റ് കമഴ്ത്തി അടയ്ക്കുക കേട്ടോ. നല്ലോണം അറിയാം, അവരെ ടീം രക്ഷപ്പെടും. നിങ്ങൾ നോയിക്കൊണ്ടിരിക്കും കേട്ടോ, നിങ്ങൾ നോയിക്കൊണ്ടിരിക്കും കേട്ടോ. കണ്ട അധ്യാപകയാണ്, ആരും പറഞ്ഞു കൊടുത്തില്ല, കൈ തന്നെ ഇരിപ്പുണ്ട്. ഓക്കെ രാജു വെറുതെ പറഞ്ഞു കേട്ടോ. അധ്യാപകയാണ് കറക്റ്റായിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കേട്ടോ. കറക്റ്റാണ് കേട്ടോ. ശരി, അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ സംഭവമൊക്കെ നോക്കാം കേട്ടോ. എങ്ങനെ അടയ്ക്കുന്നത് നോക്കാം. അധ്യാപകർക്ക് വേണ്ടിയാണ്. ശരി, ഇവിടെ കത്തിക്കൊണ്ടിരിക്കുക. നമുക്ക് അത് തൊടാനായിട്ട് പറ്റത്തില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം? ഒരു നനഞ്ഞ തുണിയെടുത്ത് മൂടി അടയ്ക്കുക. ഓക്കെ കേട്ടോ, കത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്ത് ചെയ്യാം? തീയുടെ പിന്നിലൂടെ വന്ന് അപ്രോച്ച് ചെയ്തിടുക. കണ്ടോ, കൊണ്ട് തന്നെ എന്ത് ചെയ്യുക? റെഗുലേറ്റർ ഓഫ് ചെയ്യുക. ഓക്കെ, സിമ്പിളായിട്ട് 2 സെക്കൻഡ് നമുക്ക് തീ അടയ്ക്കാനായിട്ട് പറ്റും. ഓക്കെ, നോക്കിക്കോ. അടുത്തൊരു മാർഗം എങ്ങനെയാണെന്ന് നോക്കാം. കണ്ട, ഒരു ബക്കറ്റ് എടുത്ത് കണ്ട, ഒരു ബക്കറ്റ് മതി കേട്ടോ. സിമ്പിളായിട്ട് അടയ്ക്കുക. എന്ത് ചെയ്യുക? കണ്ടോ, ഒറ്റ സെക്കൻഡ് മതി കേട്ടോ. ഇനി ഇതൊന്നും ചെയ്യാത്തതിന് കാരണം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഈ ഗ്യാസ് ഊറ്റി പൊട്ടിത്തെറിക്കും അല്ലേ? ആ പേടി കാരണമാണ്. ഒരു കാരണവശാലും കേട്ടോളാം കേട്ടോ, ഒരു കാരണവശാലും തീ അകത്തോട്ട് പോയി പൊട്ടിത്തെറിക്കത്തില്ല. നമ്മൾ അമിട്ടിന് തീ വെക്കുന്ന പോലെ ഇത് പൊട്ടിത്തെറിക്കത്തില്ല. അത് മനസ്സിലാക്കിക്കൊള്ളാം. ഒരു കാരണവശാലും തീ അകത്തോട്ട് പോയി ഗ്യാസ് ഊറ്റി പൊട്ടിത്തെറിക്കത്തില്ല. പിന്നെ പൊട്ടിത്തെറിക്കുന്നത് എങ്ങനെയാണ്? ഈ തീ കാരണം നമ്മളെ സറൗണ്ടിങ്സിലുള്ള എന്താണ് സാധനങ്ങളെല്ലാം കത്തും. ആ ഫയർ കാരണം എന്ത് പറ്റും? അതിന്റെ ടെമ്പറേച്ചർ ഇതിൽ വന്ന് അടിക്കാനായിട്ട് എന്ത് ചെയ്യും? ഇതിന്റെ അകത്തുള്ള ലിക്വിഡ് എന്ത് ചെയ്യും? തിളയ്ക്കാൻ തുടങ്ങും. തിളയ്ക്കാൻ തുടങ്ങാൻ നേരത്തെ എന്ത് ചെയ്യും? അത് എക്സ്പാൻഡ് ആവും. ഓക്കെ, അത് എക്സ്പാൻഡ് ആയി തുടങ്ങാൻ നേരത്തെ എന്ത് ചെയ്യും? ഇതിൻ്റെ അകത്ത് കണ്ടെയ്ൻ ചെയ്യാൻ പറ്റാതെ എന്ത് ചെയ്യും? അത് ബലൂൺ പോലെ വീർത്ത് വരും. അങ്ങനെയാണ് പൊട്ടിത്തെറിക്കുന്നത്. അതിന് ഒരുപാട് സമയമെടുക്കും അല്ലേ? അപ്പോൾ ഈ ചെറിയ തീ കാണാൻ നിർത്തി തന്നെ എൻ്റെ വീട് അല്ല ഇത് പൊട്ടിത്തെറിക്കുമെന്ന് പറഞ്ഞ് എടുത്തു ചാടി ഓടേണ്ട ആവശ്യമില്ല. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് സുഖമായി നമുക്ക് ഇതേപോലെ 2 മാർഗം വഴി അണയ്ക്കാനായിട്ട് പറ്റും.